നമസ്കാരം സുഹൃത്തുക്കളെ, ഒരുപാട് കാര്യങ്ങൾ നിങ്ങളെ മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഒരു റിയാക്ഷൻ വീഡിയോ അല്ല. നമ്മുടെ ടെക് ട്രാവൽ ഈറ്റ് എന്ന് പറയുന്ന സുജിത് ഭക്തന്റെ ചാനലിനകത്തൊരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിനെ നിരന്തരം വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കുടുംബത്തിനെയും മകനെയൊക്കെ നിരന്തരമായിട്ട് വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയെ പിടിച്ചു എന്നുള്ളത്. ഇത് എനിക്ക് ഉറപ്പിക്കാൻ കഴിയും 100% ടാർഗറ്റ് ചെയ്ത വ്യക്തി തന്നെയാണ് അതിലെ പ്രതി എന്നുള്ളത്. ഇദ്ദേഹം സംസാരിക്കുന്ന കുറച്ച് കോൾ റെക്കോർഡൊക്കെ ഉണ്ട്, അതിലേക്ക് ഞാൻ വരാം. മുന്നേ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ഈ VPN എടുത്തത് കൊണ്ടോ അതല്ല എന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും രാജ്യത്താണെന്ന് കരുതിക്കൊണ്ടോ ഇങ്ങനെ ഒരാളെ ഹരാസ്മെന്റ് ചെയ്യാനോ ഇങ്ങനെ ഒരാളെ ടാർഗറ്റ് ചെയ്ത് അറ്റാക്ക് ചെയ്യാനോ ഒക്കെ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പിടിക്കപ്പെടില്ല എന്ന് പറയുന്നത് വെറുതെയാണ്. ഒന്നാമത്തെ കാര്യം, ഇപ്പൊ എന്നെ ഒരാൾ ടാർഗറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉണ്ട് കേട്ടോ. ഞാൻ ഒരു കാര്യം കൂടെ പറയാനകത്ത്, ഫേസ്ബുക്കിൽ ഒരു സ്ത്രീയുടെ പ്രൊഫൈൽ ഉണ്ടാക്കിയിട്ട് എന്റെ മൊബൈൽ നമ്പർ എല്ലാവർക്കും അയച്ചു കൊടുത്തിട്ടുണ്ട്. കാരണം ഞാൻ തട്ടിപ്പുകാർക്കെതിരെയൊക്കെ വീഡിയോ ചെയ്യുന്നതാണല്ലോ. ചെയ്ത് ആരാന്ന് എനിക്കറിയാം. ചെയ്ത വ്യക്തി എന്ന് പറയുന്നത് ഒരു സ്ത്രീയാണ്. ലോൺ ഹരാസ്മെന്റ് ചെയ്ത ഒരു സ്ത്രീ, ഒരു വ്യക്തിയെ തെറി വിളിച്ച ഒരു സ്ത്രീ, വീട്ടിൽ വന്ന് കൊല്ലുമെന്ന് പറഞ്ഞ ഒരു സ്ത്രീ, ആ സ്ത്രീയാണ്. അതിന്റെ കാര്യങ്ങളൊക്കെ ബാക്കി നടക്കുന്നുണ്ട്. അതിന്റെ അപ്ഡേറ്റ് ഞാൻ വേറെ പറയുന്നുണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഒരു VPN എടുത്തുകൊണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സിം എടുത്തുകൊണ്ട്, എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സ്വന്തം സിം അല്ല, ആരെങ്കിലും തന്ന സിമ്മോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഫേക്ക് അഡ്രസ് വെച്ചെടുത്ത സിമ്മോ ഒക്കെ ആണെങ്കിൽ ഇന്ത്യയിൽ നിന്നുകൊണ്ട് എന്ത് തെണ്ടിത്തരം കാണിച്ചാലും പിടിക്കപ്പെടും. ഇങ്ങനെ ഞാൻ പറയുമ്പോൾ പിടിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ ആ വ്യക്തി തുനിഞ്ഞിറങ്ങണം. അല്ലാണ്ട് ജസ്റ്റ് ഒരു പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഒരു FIR ഇട്ടുകൊണ്ട് കാര്യമില്ല, എന്നിട്ട് അടങ്ങിയിരുന്നിട്ട് കാര്യമില്ല. തുനിഞ്ഞിറങ്ങി കുറച്ച് ഫണ്ടും കാര്യങ്ങളൊക്കെ ഇറക്കിക്കൊണ്ട് ഈ വ്യക്തിയെ പിടിച്ചിരിക്കുമെന്ന വാശിയോടെ ഇറങ്ങിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പിടിക്കപ്പെടും. സുജിത് ഭക്തൻ ചെയ്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ 1-2 വർഷമായിട്ട് സുജിത് ഭക്തന്റെ മാത്രമല്ല പലരുടെയും ചാനലിനകത്ത് ഈ വ്യക്തി വന്നുകൊണ്ട് വ്യക്തിഹത്യ നടത്തിക്കൊണ്ടിരിക്കുക, അധിക്ഷേപം നടത്തിക്കൊണ്ടിരിക്കുക. ഇപ്പൊ വൈഫായിട്ടുള്ള ആളുകൾ, കുഞ്ഞുങ്ങളെയൊക്കെ വെച്ചുകൊണ്ട് ഈ ശ്വേതാ ഭക്തൻ എന്ന് പറയുന്ന സുജിത് ഭക്തന്റെ വൈഫിനെതിരെയും ഋഷി എസ് ഭക്തൻ എന്ന് പറയുന്ന സുജിത് ഭക്തന്റെ മകനെതിരെയൊക്കെ പറഞ്ഞുകൊണ്ട്, തെറി പറഞ്ഞുകൊണ്ടൊക്കെയാണ് ഇയാൾ വന്നിട്ട് പലർക്കും മെയിൽ അയക്കുന്നത്. ആർക്കാ മെയിൽ അയക്കുന്നത് അറിയാവോ? ഇദ്ദേഹം കുടുംബത്തോടെ പോയിട്ടൊരു വെജിറ്റേറിയൻ ഹോട്ടലിൽ പോയിട്ട് മസാല ദോശ കഴിച്ചു കഴിഞ്ഞാൽ ആ ഹോട്ടലിന്റെ പേര് കണ്ടുപിടിച്ചിട്ട് അതിന്റെ മാനേജർക്കെല്ലാം കൂടെ അയക്കുകയാണ് ഇവരെ പറ്റി മോശമായിട്ടുള്ള കാര്യങ്ങൾ. അത് പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല, അദ്ദേഹം തന്നെ ഓപ്പൺ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാൻ റിപ്പീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല, അതുകൊണ്ടാണ്. അപ്പൊ ഇങ്ങനെ ഈ വ്യക്തിയുടെ ബ്ലർ ചെയ്ത ഒരു ഫോട്ടോ ഉണ്ട് അദ്ദേഹത്തിന്റെ തംബ്നെയിൽ, ഞാനത് കാണിക്കാം. ആ റിയൽ ഫോട്ടോ കിട്ടിക്കഴിഞ്ഞാൽ, എനിക്ക് വേറെ എങ്ങനെയും വഴി കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ നിങ്ങളെ കാണിക്കും കേട്ടോ. കാരണം അവനാന്നുള്ള എനിക്ക് നല്ല കൺഫർമേഷൻ ഉണ്ട്, ഒരുപാട് കാര്യങ്ങൾ ആ പറയുന്നകത്തുനിന്ന്. ഇനി നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഇദ്ദേഹം പറഞ്ഞ കാര്യങ്ങളിലേക്ക് പോവാം. ഒന്ന് കേട്ടിട്ട് വരിക. We actually found a person. ആരാന്ന് ഞങ്ങൾ പറയില്ല ഇപ്പോൾ, കാരണം അതിനകത്ത് 99% നമ്മൾ കൺഫേംഡ് ആണ്. കൺഫേംഡ് അല്ല, കൺഫേംഡ് ആക്ച്വലി 100% കൺഫേംഡ് ആണ്. പക്ഷേ ഇത് പറയാനായിട്ട് നമുക്കൊരു പരിമിതി മാത്രമല്ല, അല്ലെങ്കിൽ ദർ ഇസ് സംതിങ്, അതെനിക്കിപ്പോൾ പറയാൻ പറ്റില്ല എന്താണെന്നുള്ളത്. അപ്പോൾ നമ്മളിത് പറയും, ഇതിനെ റിവീൽ ചെയ്യും. ഇവനാണ് ആളെ, പെണ്ണല്ല ഇവനാണ്. ഇതിനെ നമ്മൾ റിവീൽ ചെയ്ത് അവനെ ഈ പറഞ്ഞ പോലെ ലോകത്തിന്റെ മുമ്പിൽ എന്നെ കൊണ്ടാവുന്ന എന്തൊക്കെ എനിക്ക് അവനെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ഞാൻ ചെയ്യും. നിങ്ങളെ കാണിച്ചിരിക്കും. ലീഗൽ സൈഡ് അവനെ പൂട്ടിയിരിക്കും. പിടിക്കപ്പെട്ടു എന്ന് തന്നെയാണ്. ഇനി നിങ്ങൾ കേൾക്കാൻ പോകുന്നത് സുജിത് ഭക്തൻ ആ വ്യക്തിയോട് നടത്തിയിട്ടുള്ള ഫോൺ സംഭാഷണമാണ്. ഈ തെറി പറഞ്ഞവനുമായിട്ട് നടത്തിയിട്ടുള്ള ഫോൺ സംഭാഷണമാണ്. എനിക്കൊന്നും അറിയില്ല അല്ലേ. ഇത് താങ്കളാണെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് എന്തെങ്കിലും മിസ്റ്റേക്ക് ചെയ്തിട്ടുണ്ടോ, തെറ്റ് ചെയ്തിട്ടുണ്ടോ? ഞാനും എന്റെ വൈഫും ഒന്നും ചെയ്തിട്ടില്ലല്ലോ. ആരാ? ഫാദറാണോ? ഫാദറിന്റെ പേരെന്താ സാറേ? ഫാദറാണ് കേട്ടോ, ഫാദർ. വെരി ഗുഡ്. ഓക്കെ, അതെന്നെ മനസ്സിലായത് അപ്പനാണെന്ന്. ഓ അത് ശരി. ഞാൻ ഐ എം ടോക്കിംഗ് ടു യുവർ സൺ പീസ്ഫുള്ളി ആൻഡ് ഐ എം ട്രൈങ് ടു സോർട്ട് ഇറ്റ് ഔട്ട് and I didn't call you. ഓഹോ, കണ്ടോ, നമുക്ക് മനസ്സിലാവുന്നുണ്ടല്ല. ഇപ്പൊ എല്ലാം മനസ്സിലായി സാറേ, കുഴപ്പമില്ല. സോ നമുക്ക് we will see you. അപ്പൊ അച്ഛനാണല്ലോ ഇതിന്റെ പരിപാടികളെല്ലാം. ഞാൻ എല്ലാം കേൾപ്പിക്കുന്നില്ല, ഒരു 8 മിനിറ്റോളം ഉണ്ട് ആ ഫോൺ സംഭാഷണം. അതിനകത്ത് ഫാദർ എന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ വന്നിട്ട് സുജിത് ഭക്തനോട് മോശമായിട്ട് പെരുമാറുന്ന ആ ഒരു സംഭവം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അയാളെയാണ് പിടിക്കേണ്ടത്. ഞാൻ മനസ്സിലാക്കുന്നത് അയാളാണ് പ്രതി. മനസ്സിലായോ? ആ വീഡിയോയുടെ താഴെ ഒരു കമന്റ് ഇയാൾ ഇട്ടിട്ടില്ല. ഈ സുജിത് ഭക്തൻ ഇടുന്ന എല്ലാ വീഡിയോയുടെ താഴെ വന്നിട്ടും ഒരു മോശമായ വാക്കിലുള്ള ഒരു ഞാൻ സ്ക്രീൻഷോട്ട് കാണിക്കാം, പറയാൻ ആഗ്രഹിക്കുന്നില്ല, അതുകൊണ്ടാണ്. ഈ വീഡിയോക്കകത്ത് കമന്റ് ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല,
ഇനിയുള്ളൊരു രസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫോൺ സംഭാഷണത്തിന് ശേഷം സുജിത് ഭക്തന് ഒരു ഇമെയിൽ ഐ ഡിന്ന് സന്ദേശം വരികയാണ്, നീ ഉദ്ദേശിച്ച ആൾ തെറ്റിയെന്നുള്ളത്. എന്നിട്ട് അതിനുശേഷം കറക്റ്റ് 2 മണിക്കൂർ കഴിഞ്ഞിട്ട് ഇവൻ എനിക്ക് മെയിൽ അയച്ചിരിക്കുകയാണ്, ഐ ആം വാർണിംഗ് യു ദാറ്റ് യു ഗോട്ട് ദ റോങ് ഗൈ. ഐ ഗോട്ട് ദ റോങ് ഗൈ നീ എങ്ങനെ മനസ്സിലാക്കണം മണ്ട? അല്ലേ, ഇവൻ എങ്ങനെ മനസ്സിലായി ഐ ഗോട്ട് ദ റോങ് ഗൈ? എന്നിട്ട് ഒരു നീണ്ട ഇമെയിൽ കട്ടുകട്ടി ഇംഗ്ലീഷിൽ, കട്ടുകട്ടി ഇംഗ്ലീഷിൽ. അത്രയും നാൾ ഇവൻ എനിക്ക് ഇതുപോലെ ഒരു മെയിൽ അയച്ചിട്ടില്ല. ഇവൻ വൃത്തികെട്ട ഭാഷയിൽ മംഗ്ലീഷിൽ ടൈപ്പ് ചെയ്തുകൊണ്ടിരുന്ന വ്യക്തി കട്ടുകട്ടി ഇംഗ്ലീഷിൽ, പ്യോർ ഇംഗ്ലീഷിൽ ഇംഗ്ലീഷുകാരനായി. അവൻ അത്രയ്ക്ക് പേടിച്ച് തൂറി ഇരുന്നിട്ടാണ് അവൻ എന്താ പറയാ ആ മെയില് എനിക്ക് ഡ്രാഫ്റ്റ് ചെയ്ത് അയച്ചത്. പിച്ചുകൂടെ, ഇവൻ മണ്ടനല്ലേ? ഇതൊക്കെയാണ് പറയുന്നത്. സൈബർ ലോകത്തിരുന്നു കൊണ്ട് എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൂട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ സേഫ് ആണ് എന്നൊരിക്കലും കരുതരുത്. അത് തുനിഞ്ഞിറങ്ങുന്നവരുണ്ടാവും. തന്റെ ഐഡന്റിറ്റി മോശമാക്കുന്ന ആളുകളെ പിടിച്ചേ അടങ്ങൂ എന്ന് പറഞ്ഞ് വാശിയുള്ള സുജിത് ഭക്തനെ പോലുള്ള ആളുകൾ ഉണ്ടെങ്കിൽ അവൻ VPN യൂസ് ചെയ്ത് കഴിഞ്ഞാലും, അതല്ല അവൻ എന്ത് മാങ്ങാത്തൊലി യൂസ് ചെയ്ത് കഴിഞ്ഞാലും, അവൻ ഏത് ലോകത്തിന്റെ കോണിൽ പോയി ഇരുന്ന് കഴിഞ്ഞാലും അവൻ ഇവിടെ കൊണ്ടുവരാൻ പറ്റും. ഈ പറഞ്ഞ വ്യക്തിയുടെ ഐഡന്റിറ്റിയും കാര്യങ്ങളും നമുക്കറിയാം, വഴികാതെ അറിയാൻ പറ്റും. ഞാൻ ഇദ്ദേഹത്തിന്റെ വീഡിയോ തുടക്കം മുതലേ കാണുന്നൊരു വ്യക്തിയാണ്, സുജിത് ഭക്തന്റെ വീഡിയോ. ഇദ്ദേഹമായിട്ട് പല പ്രശ്നങ്ങളും മറ്റു പലർക്കും ഉണ്ടെങ്കിലും ഞാൻ അവരുടെയും വീഡിയോ കാണാറുള്ളതാണ്. എനിക്ക് ഇവരോട് വ്യക്തിപരമായിട്ട് യാതൊരു പ്രശ്നങ്ങളും ഇല്ല. പക്ഷെ ഇത്തരത്തിൽ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഇങ്ങനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് കമന്റ് ചെയ്യുക, മെയിൽ അയക്കുക ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെ പിടിക്കപ്പെടും എന്നുള്ളത് ഏത് അമ്മാവന്മാർ പ്രത്യേകിച്ച് മനസ്സിലാക്കണം കേട്ടോ. അമ്മാവന്മാർ ഉദ്ദേശിക്കുന്ന എല്ലാവരെയും അല്ല. ചിലവന്മാർ വന്നിട്ട് 45 വയസ്സ് 50 വയസ്സുള്ള കിളവന്മാരാ എൻ്റെ ചാനലിൽ വന്നിട്ട് കമന്റ് ഇടുന്നത് പുറകെ അന്വേഷിച്ച് പോകുമ്പോൾ. ഇതിനെയൊക്കെ പുറത്തിട്ട് കാണിച്ചു കഴിഞ്ഞാൽ എന്ത് വിചാരിക്കും അവരുടെ വീട്ടുകാരൊക്കെ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. സ്വന്തം മക്കൾ എന്ത് വിചാരിക്കും? മക്കൾക്ക് പിന്നെ തലവർന്ന് നടക്കാൻ പറ്റുമോ? ഒരു കിളവനെയൊക്കെ ഞാൻ പൊക്കിയിട്ടുണ്ട്, സത്യം പറയാമല്ലോ. എന്റെ ചാനലിനകത്ത് എന്റെ വീഡിയോയുടെ താഴെ വന്നിട്ട് ഞാൻ എല്ലാവരും ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. എന്റെ ചാനലിൽ കമന്റ് ചെയ്യുന്ന എല്ലാവരും ഞാൻ ഫോക്കസ് ചെയ്യുന്നുണ്ട്. കാരണം തട്ടിപ്പാർക്കെതിരെയാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്, പല വീഡിയോസും. അതിനെതിരെ വന്നിട്ട് എനിക്കെതിരെ പറയുന്ന എല്ലാവരുടെയും ഐഡന്റിറ്റി വരെ ഞാൻ എടുത്തു വെക്കുന്നുണ്ട്, കിട്ടാവുന്നിടത്തോളം മാക്സിമം. അങ്ങനെ എന്റെ വീട്ടിലിരിക്കുന്ന ആൾക്കാരെ പറഞ്ഞുകൊണ്ട് ഒരു കമന്റ് ചെയ്ത അവന്റെ ID എടുത്ത് നോക്കുമ്പോൾ അവന് 53 വയസ്സാ. ഈ കിളവനൊക്കെ കൊച്ചുമക്കളുണ്ടാവും ചിലപ്പം. എന്തിനാ ഇവന്റെയൊക്കെ ഐഡന്റിറ്റി പുറത്തു വിട്ട് വെറുതെ നാണം കെടുത്തുന്ന ഓർത്തിട്ടാണ്. ഇതൊക്കെ വളരെ സിമ്പിളാണ് കേട്ടോ. ഇതൊക്കെ പൊക്കാൻ വളരെ സിമ്പിളാണ്. ആരും വിചാരിക്കണ്ട ഈ കമന്റ് ഒക്കെ ഇട്ടുകാല് ഫേസ്ബുക്കിലൊക്കെ ഇട്ടുകൊണ്ട് അങ്ങോട്ട് കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ ആരും വീട്ടിൽ വന്ന് പൊക്കത്തിലൊന്നും ആരും പ്രതീക്ഷിക്കണ്ട. ഏത് പ്രായം കൂടിയവരായാലും പ്രായം കുറഞ്ഞവരായാലും ശരി, VPN എടുത്താലും ഏത് രാജ്യത്തിൽ പോയിരുന്നാലും ശരി, നിങ്ങൾ കരുതണ്ട. ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങളുടെ അടുത്ത് പാസ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഈ സുജിത് ഭക്തന്റെ അനുഭവം വെച്ചുകൊണ്ട് ഞാൻ വീഡിയോ ചെയ്യുന്നത്. ഞാൻ ഒരിക്കലും ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന വ്യക്തിയല്ല. ഇപ്പൊ എന്തെങ്കിലും ഇഷ്യൂസ് ആയിട്ട് വീഡിയോ വന്നു കഴിഞ്ഞാൽ ഇപ്പൊ പ്രശ്നേഷൻ ഒക്കെ പറയുന്നുണ്ട്, അതിലൊന്നും ഞാൻ വീഡിയോ ചെയ്തിട്ടില്ല. ഈ ഒരു കേസിൽ വീഡിയോ ചെയ്യാൻ കാരണം ഒളിഞ്ഞിരുന്നുകൊണ്ട് ആക്രമിക്കുന്ന ആരെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ അവർ പിടിക്കപ്പെടും എന്നായാലും എന്ന് ചിന്തിക്കുക. പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ അവർ ടാർഗറ്റ് ചെയ്തിട്ടുള്ള, അവർ തെറി പറഞ്ഞിട്ടുള്ള എല്ലാവരും ഇവർക്കെതിരെ വരും. ഈച്ച പൊതിയുന്ന പോലെ പൊതിയും. ഈ കേസിൽ അതാ വരാൻ പോകുന്നത്. ഇയാളെ പിടിച്ച് ഇയാളുടെ ഐഡന്റിറ്റി പുറത്തു വന്നു കഴിഞ്ഞാൽ ഇയാള് തെറി പറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ മോശമായിട്ട് പറഞ്ഞിട്ടുള്ള എല്ലാ ആൾക്കാരും ഇയാൾക്കെതിരെ തിരിയും. അതുകൊണ്ട് ഇയാളുടെ ഐഡന്റിറ്റി പുറത്തു വിട്ടാൽ സുജിത് ഭക്തനൊന്നും വരാൻ പോകുന്നില്ല. അയാൾക്കും അയാളുടെ കുടുംബത്തിനും മാത്രമേ നഷ്ടം ഉണ്ടാകാൻ പോകുന്നുള്ളൂ. അയാളെ നാട്ടുകാർക്ക് ഇയാളെ കൃത്യമായിട്ട് മനസ്സിലാക്കാനും പറ്റും. സമൂഹത്തിന് മുന്നിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുക എന്നുള്ളതാണ്. ഇയാൾക്കെതിരെ 10 കേസ് വന്നു കഴിഞ്ഞാൽ ഇയാളെ ഫോട്ടോ കാണിച്ചെന്ന് പറഞ്ഞ് ഇയാൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഏത് രാജ്യത്തായാലും ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്താണ് ചെയ്യാതിരിക്കുന്നതെന്ന് അറിയാവോ? ഇയാൾക്ക് മക്കളുണ്ടാവും, പക്ഷെ അവർ തെറ്റുകാരായിരിക്കില്ല. അവരെടുത്ത് പിന്നെ അവർ സ്കൂളിൽ പോകുമ്പം അവർ ക്ലാസ് ഇരിക്കുന്ന അടുത്ത കുട്ടികൾ ചോദിക്കും, എടാ നിന്റെ അച്ഛനല്ലേ ഈ പുറത്തിട്ട് ഇതാക്കിയേക്കെന്ന് ചോദിക്കും, പബ്ലിഷ് ആക്കിയേക്കെന്ന് ചോദിക്കും. അതുകൊണ്ടാണ് പലരും അനങ്ങാതിരിക്കുന്നത്. പല കേസിലും പൊക്കിയിട്ടുണ്ട്. ഈ തെറിക്കമന്റ് ഇടുന്നവർ എന്താ വിചാരിക്കുന്നത്? അവരൊന്നും പൊക്കിയില്ല എന്നാണോ? പൊക്കിയിട്ടുണ്ട്. വീട്ടിൽ പോയി തല്ലിയ കേസുണ്ട്, സ്റ്റേഷനിൽ വിളിച്ചു വരുത്തിയിട്ട് സംസാരിച്ച കേസുണ്ട്, എല്ലാം ഉണ്ട്. എനിക്ക് പേഴ്സണലി അറിയാം ഒരുപാട് പേരുടെ കേസുകൾ. ഞാൻ എന്റെ കേസ് തന്നെ പറഞ്ഞില്ലേ. ഇതൊക്കെ കിട്ടാൻ വളരെ സിമ്പിളാണ്. നമുക്ക് അവരെ ട്രാപ്പിലാക്കാനുള്ള പല പരിപാടികളും അറിയാം. ഈ പറഞ്ഞ കേസിലാണെങ്കിൽ സുജിത് ഭക്തന് ഒരുപാട് പേരുടെ സഹായം കിട്ടിയിട്ടുണ്ട്. എത്തിക്കൽ ഹാക്കർമാർ, അതുപോലെ സൈബർ സെക്യൂരിറ്റി വിദഗ്ധർ, അതുപോലെ സൈബർ സെല്ലിന്റെ, പോലീസിന്റെ എല്ലാ സഹായം കിട്ടിയിട്ടുണ്ട്. അദ്ദേഹം പോലീസിനെ നന്നായിട്ട് പ്രശംസിക്കുന്നുണ്ട് ഇതിനകത്ത്, ആ വീഡിയോക്കകത്ത്. അപ്പം നമ്മളെ പോലീസുകാരെന്ന് പറഞ്ഞത് കഴിയാനായിട്ടല്ല, നമ്മൾ വേണമെന്ന് വിചാരിച്ച് കരുതി ഇറങ്ങി പുറപ്പെട്ട് കഴിഞ്ഞാൽ ഇവർക്ക് എന്തും കണ്ടെത്തി തരാൻ പറ്റും. മനസ്സിലായില്ലേ? അപ്പോൾ ആരും സോഷ്യൽ മീഡിയക്കകത്തിരുന്നു കൊണ്ട് ഇതുപോലുള്ള തോന്നിവാസങ്ങൾ കാണിക്കാതിരിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും മാനസികമായ കുഴപ്പമുണ്ടെങ്കിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ആൾക്കാർക്ക്, കുടുംബക്കാർക്ക് ആർക്കെങ്കിലും മാനസികമായ പ്രശ്നങ്ങളുണ്ട്, അവരിങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ പോയി പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അത്രയേ ഉള്ളൂ. മക്കൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക, ഭാര്യ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ഈ കിളവനൊക്കെ ആ റെക്കോർഡിനകത്ത് ഞാൻ കേട്ടതാണ്. ആ കിളവൻ എന്ന് പറയുന്ന കാര്യങ്ങൾ ഈ സുജിത് ഭക്തന്റെ അടുത്ത്
അയാൾ തന്നെയാണ് പ്രതി എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ തന്നെ ആയിരിക്കും. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ വീഡിയോ നിർത്തുകയാണ്. പിന്നെയും വീണ്ടും കാണാം. ഗുഡ് ബൈ.